നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വീണ്ടും അടിച്ച് കസറുകയാണ് കേട്ടോ. ഭീമൻ വിമാനങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് നമ്മുടെ രാജ്യം. എന്തായാലും വാർത്ത വിശദമാക്കി തരാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. കേട്ടത് സത്യമാണ്. ഭീമൻ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചോ? വ്യക്തമായി തന്നെ പറഞ്ഞു തരാം. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ചങ്ങാതി ആരാണ്? അതെ, നമ്മുടെ റഷ്യ തന്നെയാണ്. റഷ്യയുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ ഒരു വലിയ നീക്കത്തിനായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരുങ്ങുന്നത് കേട്ടോ. റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ അഥവാ UAC നമ്മുടെ ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി കൈകോർത്തിരിക്കുകയാണ്. ഇതൊരു സുപ്രധാന പങ്കാളിത്തമാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഒരു പങ്കാളിത്തത്തിലൂടെയാണ് സംഭവം നടക്കാൻ പോകുന്നത്. എനിക്ക് എന്തായാലും വിഷമം വരുന്നത് ട്രംപിന്റെ കാര്യം ഓർത്തിട്ടാണ്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയെ അങ്ങ് ഒതുക്കി കളയാമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ട്രംപിന്റെ 500% തീരുവ നയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ആ ഒരു കടുംപിടുത്തത്തിൽ ഇന്ത്യ അങ്ങ് ഒതുങ്ങിക്കളയുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ട്രംപിനുണ്ടായിരുന്നു. എന്നാൽ ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വാതിൽ അടയുമ്പോൾ 10 വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടും അല്ലേ? അതുപോലൊരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയും റഷ്യയും കൂടിച്ചേർന്ന് ഇപ്പോൾ SJ-100 എന്ന വിമാനങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ വിങ്സ് ഇന്ത്യ 2026 ചടങ്ങിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇത് ഇൻഡോ റഷ്യൻ എയറോസ്പേസ് സഹകരണത്തിലെ ഒരു നിർണായക നിമിഷമായി തന്നെ നമ്മൾ കണക്കാക്കണം. ഇന്ത്യക്കുള്ളിൽ സൂപ്പർ ജെറ്റ് വിമാനങ്ങളുടെ ലൈസൻസ് ഉള്ള നിർമ്മാണം ലക്ഷ്യമിട്ട് ആഴത്തിലുള്ള സഹകരണത്തിലേക്കുള്ള ആദ്യ ചുവടായി തന്നെ ഇതിനെ കാണണം. ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയ്ക്ക് വേണ്ടി ചിലതും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ വ്യോമയാന അധികാരികളിൽ നിന്നും സൂപ്പർ ജെറ്റ് ടൈപ്പ് സർട്ടിഫിക്കേഷൻ നേടിയെടുക്കുന്നതിന് നമ്മുടെ HAL റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനെ സഹായിക്കാനും പ്രതിജ്ഞാബദ്ധമാണ്. ഈ ഒരു നീക്കത്തിന് പകരമായി ഒരു വലിയ പദ്ധതിക്ക് റഷ്യ ഇന്ത്യയെ സഹായിക്കുമെന്നതാണ്. അതെ, അത് തന്നെയാണ് ഈ പദ്ധതി. SJ-100 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനും അവ വിപണനം ചെയ്യുന്നതിനുമുള്ള ലൈസൻസ് നമ്മുടെ HAL-ന് ലഭിക്കുമെന്നതാണ് വലിയൊരു നേട്ടം. അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ, മറ്റു ഭാഗങ്ങൾ, ആക്സസറികൾ എന്നിവ ഈ കൈമാറ്റത്തിൽ ഉൾപ്പെടുന്നു എന്നത് എടുത്തു തന്നെ പറയണം. ഏതാണ് ഈ SJ-100 വിമാനം? പരിശോധിക്കാം. റഷ്യൻ പങ്കാളിത്തത്തോടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്ന ഇരട്ട എഞ്ചിനുള്ള നാരോ ബോഡി യാത്രാ വിമാനമാണ് SJ-100. 103 യാത്രക്കാർക്ക് സിമ്പിളായിട്ട് ഇതിൽ യാത്ര ചെയ്യാം. ഈ വിമാനം 3530 കിലോമീറ്റർ ദൂരപരിധിയും ഇവയ്ക്കുണ്ട്. ഇത് ഹ്രസ്വദൂര യാത്രകൾക്ക് അനുയോജ്യമായ ഒരു വിമാനമാണ്. ആഭ്യന്തര വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഇനി SJ-100ന്റെ സവിശേഷതകൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ HAL-ഉം റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും UAC-യും തമ്മിലുള്ള കരാർ പ്രകാരം ഇത് ഇന്ത്യയിൽ തന്നെയായിരിക്കും ഇതിന്റെ നിർമ്മാണം. ഇതിന്റെ ശേഷി പരിശോധിക്കുകയാണെങ്കിൽ 103 യാത്രക്കാർ, 3530 കിലോമീറ്റർ ഫ്ലൈറ്റ് റേഞ്ച്, അതാണ്. ഇനി ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ 55 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ താപനിലയിൽ പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇനി ഇതിന്റെ ഉപയോഗവശം നോക്കുകയാണെങ്കിൽ കുറഞ്ഞ പ്രവർത്തന ചെലവുള്ള ഹ്രസ്വദൂര ആഭ്യന്തര കണക്ടിവിറ്റിക്കായി ഉപയോഗിക്കാവുന്ന ഒരു വിമാനം തന്നെയാണിത്. അത് കൂടാതെ ഈ ഒരു വിമാനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1988 ശേഷം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പാസഞ്ചർ എയർക്രാഫ്റ്റ് ആണ് SJ-100. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് ഒക്കെ ചേർത്ത് കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്.